ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ബട്ടർ സ്വീറ്റ് കോണും സ്പൈസി ചാറ്റ് സ്വീറ്റ് കോണും ആണ്. നമ്മളിന്ന് ഫുള്ളായിട്ടുള്ള സ്വീറ്റ് കോൺ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച 2 കോണാണ്. ഇത് നമുക്ക് ഇതിൻ്റെ തൊലി ആദ്യം കളഞ്ഞെടുക്കാം. സ്വീറ്റ് കോൺ വേവിക്കാനായിട്ട് ഞാൻ ചെറിയൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച സ്വീറ്റ് കോണിൻ്റെ കഷ്ണങ്ങൾ അതിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വലിയ കുക്കറാണെങ്കിലും മുറിക്കാതെ ഫുള്ളായിട്ട് തന്നെ ചെയ്യാം. സ്വീറ്റ് കോൺ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു 5-6 സ്റ്റീമിന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച സ്വീറ്റ് കോണാണ്. ഇപ്പോൾ 6 സ്റ്റീമിനാണ് ഞാനിത് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകിൽ ഓരോ കോണും ഇടിയിപ്പിച്ച് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മുഴുവനോടെ ഉപയോഗിക്കാം. ഇവിടെ കുട്ടികൾക്ക് മുഴുവനോടെ ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇത് ഒരെണ്ണം ഇടിയിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നമ്മളിത് ഒരു ലെയർ ഇങ്ങനെ അടർത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇങ്ങനെ എളുപ്പത്തിൽ പോകുന്നു. ഇതുപോലെയാണ് ഇത് അടർത്തിയെടുക്കുന്നത്. കൈവച്ച് ഇടിയിച്ചാലും മതിയാവും. ഇങ്ങനെയാണ് ഇത് അടർത്തിയെടുക്കുന്നത്. സ്വീറ്റ് കോൺ നമ്മളിപ്പോൾ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇത് എന്ത് രീതിക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫ്ലേവർ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചെയ്യാറുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ചെറുനാരങ്ങ നീരാണ്. അവരവരുടെ പുളി ആവശ്യത്തിന് ചെറുനാരങ്ങ നീര്. ഇത് ബട്ടറാണ്, മെൽറ്റഡ് ബട്ടറാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പെപ്പർ പൗഡർ, ഇത്രയും മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇത് ചില്ലി പൗഡറാണ്. ഇത് ചാട്ട് മസാലയാണ്. ഇത് നമുക്ക് വേറെ രീതിക്കും ചെയ്യാം. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു രീതിക്ക് ചെയ്യാം. അടുത്തത് ചെറുനാരങ്ങ നീര്, ബട്ടർ, ആവശ്യത്തിന് ഉപ്പ്, ചില്ലി പൗഡർ, ചാട്ട് മസാല, ഇത്രയും ചേർത്ത് നമുക്ക് വേറൊരു ഫ്ലേവർ ചെയ്യാം. ഇപ്പോൾ ഇതിന് ചെയ്യാനാണെങ്കിൽ ഒന്ന് ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ഫ്ലേവേർഡ് സ്വീറ്റ് കോൺസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.